ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു പൈനാപ്പിളിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട്, സാധാരണ ഉപ്പും മുളകും പുരട്ടി തിന്നാറുണ്ട്. അങ്ങനെ പൈനാപ്പിൾ കൊണ്ട് നമ്മൾ പല ഡിഷുകളും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം, ഒരു വെറൈറ്റി. അതുപോലെ തന്നെ നമുക്ക് കട്ടൻ ചായയുടെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനായിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിന് ഞാൻ പൈനാപ്പിൾ നല്ലപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. എന്നിട്ടൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി, കുരുമുളക് പൊടി, നമുക്ക് കുരുമുളക് പൊടി വേണ്ടാക്കി ചേർക്കണ്ട, ഞാനിപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. എരിവ് കൂടുതൽ വേണ്ടാത്തവർ കുരുമുളക് പൊടിയൊക്കെ കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് കുറച്ച് ഉപ്പും പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ആ ഉപ്പും പഞ്ചസാരയും, ഉപ്പിൻ്റെ ആ ഒരു പുളിയും പഞ്ചസാരയുടെ മധുരവും ആ മുളക് പൊടിയുടെയൊക്കെ ഒരു എരിവും കൂടി വരുമ്പോൾ നമ്മുടെ അടിപൊളി ഒരു റെസിപ്പി തന്നെയാണ്. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ, നമ്മൾ സാധാരണ മീനിനൊക്കെ നമ്മൾ മിക്സ് ചെയ്തെടുക്കത്തില്ലേ, അതുപോലെ തന്നെ നല്ല ഒരു ലൂസായിട്ട്, ഒത്തിരി കുഴമ്പ് പോലെ ആവില്ല, നല്ല കുറച്ച് ഒന്ന് പുരട്ടാൻ വേണ്ടിയുള്ള ലൂസ് കൺസിസ്റ്റൻസിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ പച്ചവെള്ളം ആയാലും ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് ഞാനിപ്പോൾ ഇപ്പോൾ ഒരു ഇതിലായിട്ടില്ല, കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച പൈനാപ്പിളൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. നമ്മൾ സാധാരണ മീനൊക്കെ ഫ്രൈ ചെയ്യത്തില്ല, അതിന് നമ്മൾ മസാലയൊക്കെ നല്ലപോലെ പുരട്ടി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ മസാലകളെല്ലാം നല്ലപോലെ പുരട്ടി വെക്കണം. സാധാരണ നമ്മൾ പൈനാപ്പിൾ കൊണ്ട് നമ്മൾ പല രീതിയിലുള്ള റെസിപ്പികളൊക്കെ ഉണ്ടാക്കും. ഇത് നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്. നമ്മൾ ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മളല്ലാതെ തിന്നും. പക്ഷേ ഇതുപോലൊന്ന് ഫ്രൈ ചെയ്ത് തിന്നുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് വരെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എരിവൊക്കെ കുറച്ച് ചേർക്കാം. ഇത് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എരിവ് നമുക്ക്. പക്ഷേ ഇതിന് നല്ല സ്പൈസി ആയിട്ടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ പൈനാപ്പിളൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുവാണ്. ആ പൈനാപ്പിളിൻ്റെ ആ ഗ്യാപ്പ് വന്ന അകത്തൊക്കെ നല്ലപോലെ ഈ മസാല ഒന്ന് ഇറങ്ങി ചെല്ലണം. നമുക്ക് ഈ പൈനാപ്പിളൊക്കെ പുരട്ടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ആ മുളക് പൊടിയുടെ ഒക്കെ ആ ഒരു ഇത് നല്ലപോലെ ഒന്ന് പിടിക്കണം. നമുക്കപ്പോൾ ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് പുരട്ടി വയ്ക്കാം. ഇപ്പോൾ പൈനാപ്പിളൊക്കെ ഞാൻ നല്ലപോലെ ഒന്ന് പുരട്ടി വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമ്മൾ സാധാരണ ഫിഷൊക്കെ ഫ്രൈ ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പൈനാപ്പിളിൻ്റെ റെസിപ്പികളിലേക്കാട്ടും നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം ഇത് നമ്മുടെ ആ പഞ്ചസാരയുടെ മധുരവും ആ ഒരു എരിവും പുളിയും ഒക്കെ വരുമ്പോൾ നല്ല അടിപൊളി, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇപ്പം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഒത്തിരി അങ്ങ് മൊരിയണ്ട. നമ്മുടെ പൈനാപ്പിളൊക്കെ നല്ല ഒരു കളറൊന്ന് നല്ലപോലെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിടാം. ഇപ്പം നമ്മുടെ പൈനാപ്പിളൊക്കെ നല്ലപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ലപോലെ തിരിച്ചിട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇത് ഒത്തിരി നേരം ഒന്നും വേവേണ്ട. നമുക്കൊരു 5-6 മിനിറ്റ്, പൈനാപ്പിളൊന്നും ഒത്തിരി വേവേണ്ട കാര്യമില്ലല്ലോ, ഒരു 5-6 മിനിറ്റൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി, ഒന്ന് ഷാലോ ഫ്രൈ ആയി വന്നാൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് എടുക്കാം. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ബിരിയാണിയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് എടുക്കാം. അങ്ങനെ തിന്നാവുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. പൈനാപ്പിൾ ഇഷ്ടമല്ലാത്തവർക്ക് വരെ പൈനാപ്പിൾ ഇത് കഴിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത അടിപൊളി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.